10-ാം ദിവസവും മുഖ്യമന്ത്രി ആരാണെന്ന പ്രഖ്യാപനം വരാതിരുന്നതോടെ നിരാശരായി കോൺഗ്രസ് പ്രവർത്തകർ. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് കരുതി KPCC ആസ്ഥാനത്ത് എത്തിയ പ്രവർത്തകർ നിരാശയോടെയാണ് മടങ്ങിയത്. അവർ പ്രതികരണത്തിലും അത് വ്യക്തമാക്കി. ഇനിയെങ്കിലും ഒന്ന് തേങ്ങ ഉടക്കി സ്വാമിയെന്ന കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകർ പോലും പറഞ്ഞു തുടങ്ങി. പ്രഖ്യാപനം കാത്തിരുന്ന് അടുത്ത പ്രവർത്തകർ ഓരോരുത്തരായി KPCC ആസ്ഥാനത്ത് നിന്ന് മടങ്ങി. ഉറപ്പായിട്ടും നിരാശയുണ്ട്. ഇത്രയും ദിവസമായില്ലേ, 10 ദിവസമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം നാളെ വരും, ഉറപ്പായിട്ട് വരും. നമ്മുടെ നേതാക്കൾ പറഞ്ഞതുപോലെ സമാധാനമായി കാത്തിരിക്കുകയാണ്. 3 നേതാക്കളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ച് സമാധാനമാണ്. ആര് വന്നാലും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കും. ഒരു ദിവസം കൂടെ കാത്തിരിക്കാൻ, ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നില്ലേ. ഇന്ന് പ്രഖ്യാപിക്കാത്തതിൽ നിരാശയുണ്ട്, പക്ഷേ ഞങ്ങളുടെ സന്തോഷമുണ്ട്. ഇത്ര ദിവസം കൊണ്ട് ആകപ്പാടെ കാത്തിരിക്കുകയാണ്. VD സതീശൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ആവേശപൂർവ്വമായിട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും ഖാർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയാണ് വൈകുന്നേരത്തോടെ പ്രവർത്തകർ KPCC ആസ്ഥാനത്തിന് മുന്നിൽ തടിച്ചുകൂടിയത്. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഖാർഗെയെ കാണാൻ ജയറാം രമേശ് കൂടിയെത്തിയതോടെ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതി പ്രവർത്തകർ ആവേശത്തിലായി. എന്നാൽ പ്രവർത്തകരുടെ ആവേശം കെടുത്തുന്നതായിരുന്നു ഗേറ്റിന് പുറത്തേക്ക് വന്ന ശേഷമുള്ള ജയറാം രമേശിന്റെ പ്രതികരണം. As authorized by the members of the CNP in Kerala, the High Command of the Congress has completed all discussions, and the decision on who the next Chief Minister of Kerala will be announced tomorrow. പ്രഖ്യാപനം ഇന്നുണ്ടായില്ലെങ്കിലും ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള വിശ്വാസത്തിലാണ് നിരാശകരായ പ്രവർത്തകർ KPCC ആസ്ഥാനത്ത് നിന്ന് മടങ്ങിയത്. ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.